ഡിഫറെൻറ്റ് ഡെക്സിക്കൂടെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് സോണാർ ഓപ്പറേറ്റർ. ഇവിടെ നിന്ന് കാര്യം കുളിക്കത്തില്ല. അവരുടെ യൂണിഫോം ആണെങ്കിലും ഡിസ്പോസിബിളാണ്. ഹലോ ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വിശാഖപട്ടണമാണ്, അതായത് വൈസാഗ്. ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു നഗരമാണ് വിശാഖപട്ടണം. ഇന്ത്യയുടെ കിഴക്കൻ തീരത്തുള്ള ഈ നഗരം ഒരു പ്രമുഖ പ്രകൃതിദത്ത തുറമുഖവുമാണ്. ഇന്ത്യയുടെ കിഴക്കൻ നാവികപ്പടയുടെ ആസ്ഥാനം കൂടിയാണ് ഈ വിശാഖപട്ടണം. ഒരു ആധുനിക കപ്പൽ നിർമ്മാണശാലയും ഇവിടെയുണ്ട്. ഇന്ത്യയുടെ നാവികപ്പടയുടെ ഒരു മുൻ യുദ്ധ മുങ്ങിക്കപ്പലാണ് INS കുർസുറ. ഇപ്പോൾ ഇത് വിശാഖപട്ടണത്ത് ഒരു കപ്പൽ കാഴ്ച ബംഗ്ലാവായി മാറ്റി പൊതുജനങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുകയാണ്. ഇതാണ് ഏഷ്യയിലെ ആദ്യത്തെ അന്തർവാഹിനി മ്യൂസിയം. വിക്ടറി അറ്റ് സീ വാർ മെമ്മോറിയൽ, അതുപോലെ കുർസുറ സബ്മറൈൻ മ്യൂസിയം, അതുപോലെ TU-142 എയർക്രാഫ്റ്റ് മ്യൂസിയമാണ് ഇവിടെ മെയിനായിട്ട് സന്ദർശിക്കാനുള്ളത്. ഓക്കെ, നമ്മളിപ്പം കുർസുറ സബ്മറീനിലാണ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റിയൊരു ലൈവ് സബ്മറീൻ മോഡലാണ് ഇവിടെ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇവിടെ ടോർപിഡോ ട്യൂബ്സിൻ്റെ ഓരോ പോയിന്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ടോർപിഡോ ഫയർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ടോർപിഡോ ആണ് അണ്ടർ വാട്ടർ സബ്മറീൻ അല്ലെങ്കിൽ ഷിപ്സിനെതിരെ നമ്മൾ ഫയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന വെപ്പൺ. അപ്പം ഇതാ നിങ്ങൾ കാണുന്ന ടോർപിഡോ. ഓൾമോസ്റ്റ് ഒരു 3 to 4 meters ലെങ്ത് ഉണ്ട്. അതിൽ വാറഡും എക്സ്പ്ലോസീവ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ എനിമി സബ്മറീൻ അല്ലെങ്കിൽ ഷിപ്പ് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതിനെ എനിമിനെ തകർക്കും. ഓക്കെ, കമോൺ. നമ്മളിപ്പോൾ സബ്മറീനിലാണ്. ഈ ഡിഫറെൻറ്റ് ഡെക്സിക്കൂടെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് സോണാർ ഓപ്പറേറ്റർ. ഇവിടെ നിന്ന് കാണാൻ പറ്റും സോണാർ ഓപ്പറേഷൻ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റും. നമ്മൾ മുമ്പോട്ട് നീങ്ങുക. ഇതാണ് ബങ്സ്. സീലേഴ്സ് ചെറിയൊരു മുറി കേട്ടോ, ഇതിനകത്തിലാണ് അവർ കിടക്കുന്നത്. ഇത്രയുള്ള ഒരു ബെഡ് ഉണ്ടായിരിക്കും അവർക്ക്. അയ്യോ, ഇതാണ് ഷിപ്പിലെ ഡൈനിങ് ഹാള്. 14 ഓഫീസേഴ്സ്. എത്ര? 14 ഓഫീസേഴ്സ് കാണും ഒരു സബ്മറീനിൽ. അപ്പൊ ഈ ഒരു ചെറിയ മുറിക്കകത്തൊക്കെ ഇവര് കിടക്കുന്നത്. ഇത് റഷ്യൻ ടൈപ്പ് സബ്മറീനാണ്. EKM ക്ലാസ് സബ്മറീനാണ്. അപ്പോൾ ഇവിടെ ലിവിങ് കണ്ടീഷൻസ് ഹാർഡാണ്. ആം ഫോഴ്സസ് അപ്പം അവരുടെ ലൈഫ് സാക്രിഫൈസ് ചെയ്താണ് നമ്മുടെ ഓരോ സന്തോഷത്തിനും അവർ ജീവിക്കുന്നത്. സോ വി ഷുഡ് ഓൾവേസ് ബി താങ്ക്ഫുൾ ടു ദി ആം ഫോഴ്സസ്. ഇത് നമ്മൾ വന്ന് കാണണം. കിടക്കുന്നത് കാണിച്ചിരുന്നുണ്ട്. ഫംഗ്ഷൻ ഉണ്ട്, ഓരോ ട്യൂബ്, ഓരോ കമ്പാർട്ട്മെന്റ് അല്ലേ. ഇത് കമ്പാർട്ട്മെന്റ് 3 ആണ്. അപ്പോൾ ഇതിൽ കുറേ ഇങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇതിപ്പോൾ ഇതെല്ലാം ഇവർ ചെക്ക് ചെയ്യണം അല്ലേ. ഇതാണ് കോണിംഗ് ടവർ. ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ബാത്റൂം. ഇത് സബ്മറീൻ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ടോയ്ലറ്റ് മാത്രമേ ഉള്ളൂ എല്ലാവരും സ്റ്റാഫിന്. അപ്പം ആരും കുളിക്കത്തില്ല. അവരുടെ യൂണിഫോം ആണെങ്കിലും ഡിസ്പോസിബിളാണ്. ക്ലോസ് ടു 30-40 days സെയിൽ ചെയ്യുമ്പോൾ ഷേവ് ചെയ്യില്ല. പിന്നെ ഒരു ഉടുപ്പ് കിട്ടും, അത് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ സബ്മറീൻ എത്ര റോൾ ചെയ്യുന്നുണ്ട് അത് അറിയാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നത്. എങ്ങനെ എന്ത് റോൾ ചെയ്യുന്ന റോളില്ല ഇതെന്ന് അറിഞ്ഞില്ല. ഈ സബ്മറീൻസിന് നല്ല ഇച്ചിരി മണിക്കൂർ കഴിഞ്ഞ് അവർ സർഫസ് ചെയ്യണം. ഒരു 12 meters ഡെപ്തി വന്ന് നിൽക്കണം സബ്മറീൻ. എന്നിട്ട് ഓക്സിജൻ വലിച്ചെടുക്കും ഒരു പൈപ്പിൽ കൂടെ. ഓക്സിജൻ അത് ചോദിച്ചാൽ അത് വെച്ച് ഡീസൽ റൺ ചെയ്യും. ഡീസൽ എഞ്ചിൻ ബാറ്ററി ചാർജ് ചെയ്യും. അത് ഇലക്ട്രിക് സബ്മറീൻ. അപ്പം ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ന്യൂക്ലിയർ ഇതാ. ഇലക്ട്രിക് സബ്മറീൻസ്, ഡീസൽ ഇലക്ട്രിക് സബ്മറീൻസ് സർഫസ് വരണം 1 മണിക്കൂർ കഴിഞ്ഞ്. റേഡിയോ റിസീവർ ഇത് കമ്മ്യൂണിക്കേറ്റിംഗ്. അപ്പോൾ അണ്ടർ വാട്ടർ സബ്മറീൻ എങ്ങനെ ഷിപ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ത്രൂ ദിസ് സ്റ്റേഷൻ. 1969 കമ്മീഷൻ ആയത്. സൂട്ട് ചെയ്തു സങ്കൻ സബ്മറീൻ. ഈ സബ്മറീൻ വെളിയിറങ്ങുമല്ല. സങ്കൻ സബ്മറീൻ അതായത് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ, അതായത് ഇതിന് പ്രൊപ്പൽഷൻ ഇല്ല, ലോസ്റ്റ് അറ്റ് സീ ആവുമ്പോൾ ഈ സൂട്ട് ഇട്ട് അവരിറങ്ങുന്നത്. കടലിനകത്ത് ഇറങ്ങണമെങ്കിൽ അതല്ലേ, കടലിനകത്ത് ഇറങ്ങി രക്ഷപ്പെടുന്ന സമയത്ത് ഉപയോഗിക്കുന്നത്. ലൈഫ് ജാക്കറ്റ് അതന്നെ.
డిస్పోజబుల్ బ్లాక్ అయిపోయారు. അല്ലേ ഇതാണോ യൂണിഫോം? ഡിസ്പോസിബിൾ ഓക്കെ. ഇവിടെ കുക്കിംഗ് ചെയ്യുന്ന താട്ടിറങ്ങണം. ഇവരുടെ ലൈഫ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേട്ടോ. നമുക്ക് തന്നെ ഇതിനകത്ത് തന്നെ നിന്നിട്ട് നമുക്ക് സഫോക്കേഷൻ പോലും നമുക്ക് തോന്നും. ഈ ഒരു ചെറിയൊരു എന്താ സ്പേസിലാണ് ഇവർ ഇത്രയും നാൾ കടലിനകത്ത് ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. രഞ്ജിൻസാ 6-ലെത്തി. എയർക്രാഫ്റ്റിൻ്റെ എൻജിൻ. സീ ഹാരിയർ എയർക്രാഫ്റ്റ് ആണ്. ഈ തൂക്കിയിട്ടേക്കോ കേട്ടോ. ഒരു ടാങ്കർ, ഓയിൽ ടാങ്കർ. അപ്പോൾ ഈ ഫ്ലൈറ്റിൽ കൂടെ ഏതാ ഓയിൽ ടാങ്കർ? ഓയിൽ ഇൻഫ്ലൈറ്റ് ടാങ്കർ, ഓക്കെ. എയർ ടാങ്കർ. അതൊക്കെ ഓയിൽ ഫ്ലൈറ്റിലോട്ട് കൊടുക്കുന്നു. റഷ്യൻസിനെ മേടിച്ചത് മാരിടൈം റിക്കണൈസേഷൻ ആൻഡ് ആൻറ്റി സബ്മറീൻ വാർഫെയർ. അപ്പോൾ സബ്മറീനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു എയർക്രാഫ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പം അവർക്ക് എന്തോ ഓൺബോർഡ് ഡങ്കിങ് സോണാർസ് ഉപയോഗിക്കും. പിന്നെ അതുപോലെ തന്നെ റിക്കണൈസേഷൻ ഏതൊക്കെ ഷിപ്സ് എവിടെയൊക്കെയാണ് അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. 16 മണിക്കൂർ ഇതിന് ഫ്ലൈറ്റ് ഉണ്ട്, റേഞ്ച് ഉണ്ട്. 16 hours, 12,000 kilometers റേഞ്ച് ഉണ്ട്. അതാണ് TU-142-ൻ്റെ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം. ഡ്രൈവർ സീറ്റ്. ഓരോ ബാജസ് സിംബലൈസ് ചെയ്യും ആരാണ്. ഈ ഒരു വിങ്സ് ഉള്ളതാണ് ഒബ്സർവർ. ഇത് ഇത് ഇതിനകത്തിലല്ലേ? ആ, നമ്മൾ കപ്പലിനകത്ത് നിൽക്കുന്നത് അന്ന് നമ്മൾ കണ്ടില്ലേ? ഓക്കെ. ഫ്ലൈറ്റ് സിഗ്നലർ സൊണബോയാണ്. സബ്മറീൻസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡ്രോപ്പ് ചെയ്യും വെള്ളത്തിനകത്ത്. വെള്ളത്തിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇത് ഈ സോണബോയ്സ് ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ സബ്മറീനൊക്കെ ടച്ച് ചെയ്ത് ഇത് സിഗ്നൽ ഇട്ടിക്കുമ്പോൾ ഇത് ട്രാൻസ്മിറ്റ് ചെയ്യും എയർക്രാഫ്റ്റിനോട്ട്. സോണബോയ്സ് സബ്മറീൻ തൊട്ട് തിരിച്ചു വരുമ്പോൾ ആ സിഗ്നൽ ഇത് തിരിച്ച് എയർക്രാഫ്റ്റിന്. ഓ, സബ്മറൈൻ അപ്പോൾ അവിടെ ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കും. ഓക്കെ. അത് പ്രൊപ്പല്ലർ. भाई मेरी जिंदगी का हाल देख ले यही